ഇവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും അനങ്ങിയ പെരേരയുടെ കുറ്റം പറയുന്നത് അല്ലേ? അപ്പൊ ഈ പെരേരയുടെ കുറ്റം പറയുന്നതുകൊണ്ട് അതേപോലെ തോളത്ത് കൈയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പെരേര ഒരു കാര്യം ഞാൻ പറയാം. പെരേര ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അയാൾ എന്റെ പേര് പറയുമ്പോൾ ഞാൻ വീണ്ടും ഫെയിം ആവണേന്ന്. അല്ല സീരിയസ് ആയിട്ട് പെരേര അത് ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അങ്ങോട്ട് പറയുമെങ്കിലും പക്ഷെ നമ്മള് ഒരു കണക്റ്റിംഗ് ഉണ്ട് മൂന്ന് പേരും തമ്മിൽ. ഇവരിപ്പോ അവനെ പറ്റി പറഞ്ഞാലും അവൻ എന്നെ പറ്റി പറഞ്ഞാലും ഒരു കണക്റ്റിംഗ് ഉണ്ട്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റീച്ച് എന്ന് പറഞ്ഞ സംഭവം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അത് രണ്ടുപേർക്കും അങ്ങാടും ഇങ്ങോട്ട് അതെ, അതാണ് അങ്ങാടും ഇങ്ങോട്ട് കുറ്റം പറഞ്ഞതിന് കുഴപ്പമില്ല അല്ലെ, അവർക്കും കുഴപ്പമില്ല. ഇപ്പൊ 8 മില്യൺ പേരാണ് പെരേരയുടെ ആ ഒരു വീഡിയോ കണ്ടത്. അപ്പൊ ഈ പെരേരനെ അറിയാത്തവരുണ്ടല്ലേ, പെരേരക്ക് അറിയാത്തവർ പോലും പെരേര എന്നൊരു പേരവിടെ വന്ന് അപ്പൊ ആരാന്നുള്ളത് നിങ്ങൾ അറിയാത്തവർ സെർച്ച് ചെയ്യും. അപ്പൊ അവനത് ഗുണമല്ലേ അത്. ലാസ്റ്റ് നിങ്ങൾ കണ്ട മൂവി ഏതാ? ലാസ്റ്റ് കണ്ട മൂവി ഞാൻ കണ്ട റോന്ത് കണ്ടായിരുന്നു. അതിന്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി പടമാണ്. റിവ്യൂ പറയുന്ന പോലെ ഒന്ന് പറയോ? റിവ്യൂ എന്താ പറയണ, നല്ല റോസ് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ റോളാണ്. നല്ല ഫിലിമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിലീഷ് പോത്തൻ നല്ലൊരു ആക്ടറാണ്. നല്ലൊരു ആക്ടറാണ്. റോസിൽ നല്ല നനഞ്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു പടത്തിൽ ഒരു ചാൻസ് കിട്ടിയാൽ മതിയായിരുന്നു. ദിലീഷ് പോത്തൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഇതാണ്. പുള്ളി നല്ല നാച്ചുറൽ ആക്ടർ എന്ന് തന്നെ പറയാം. ദിലീഷ് പോത്തൻ കുറെ കഷ്ടപ്പെട്ടാണ്. ദിലീഷ് പോത്തന് അറിയാം കാര്യങ്ങൾ. തുടരും മൂവി അതിന് എന്താ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തുടരും അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ പഴയ ലാലേട്ടമാണ്, ആ രീതിയിൽ എനിക്ക് കിട്ടിയില്ല. സെക്കൻഡ് ഹാഫിൽ ദൃശ്യത്തിലെ ഇമിറ്റേറ്റിന് പോലെ തോന്നി. അത്ര വലിയ എക്സ്ട്രാ ഒരു മൂവി ആയിട്ട് തോന്നിയില്ല. ഇത്രയും ആളുകൾ നല്ല റിവ്യൂ പറഞ്ഞ നല്ല റേറ്റിംഗ് ഉള്ള ഒരു മൂവി എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ, തന്റെ ഒരു കാര്യം തനിക്ക് റിവ്യൂ. ഇപ്പൊ മറ്റേ ജാൻസിനാസ് സിനിമ പറഞ്ഞ പ്യൂർലി സബ്ജക്റ്റീവാണ്. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഇപ്പൊ ഈ എത്രയോ പടം കോക്ക് നെഗറ്റീവ് കൊടുത്തു, ആ പടങ്ങളെല്ലാം നന്നായിട്ട് ഓടി. നിങ്ങൾ പറയാറുണ്ടോ ഞാൻ നെഗറ്റീവ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ കാണാണ്ടിരിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമാണ്? അത് എന്റെ അഭിപ്രായമാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ ജോയ് മാറ്റി പോലെ ആൾക്കാരൊക്കെയാണ് വേൾഡ് സിനിമ കണ്ട, അവരൊക്കെയാണ് റിവ്യൂ ചെയ്യേണ്ട. ഞാനായാലും ഇവരെല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളാണ്. ടിനു പാപ്പിച്ച മണ്ണാൾ എന്നോട് പറഞ്ഞതാണ്. ഞങ്ങളെല്ലാം പറയുന്ന അഭിപ്രായങ്ങളാണ്, അല്ലാതെ റിവ്യൂ ഒന്നല്ല. നിങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞിട്ട് ഏതെങ്കിലും സെലിബ്രിറ്റി വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഒരിക്കൽ ഇരട്ടാവണ സിനിമയ്ക്ക് കുറച്ച് നെഗറ്റീവ് പറഞ്ഞപ്പോൾ ജോർജ് എല്ലാം വിളിച്ചിട്ടുണ്ടായി. ഒരു പ്രൊഡക്ഷൻ നേരിട്ട് വിളിച്ചില്ല, ഒരു പ്രൊഡക്ഷൻ കൺട്രോളോട് ഒരു PR വഴി വിളിച്ചിട്ടുണ്ടായി. പിന്നെ അതൊരു നടൻ വിളിച്ചില്ലായിരുന്നു. ഒരു ആക്ടർ എന്തോ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അങ്ങനെ എന്തോ ഒന്നും ഉണ്ടായിരുന്നില്ല? അങ്ങനെ എന്തൊരു കഥ? അതിനെ കുറിച്ച് ഒന്നും പറയണ്ട. അതല്ല, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനൊരു പറയണ്ട. കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും അത് റിയൽ ആണോ? ശരി, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതിനെ കുറിച്ചൊന്നും പറയണ്ട, കോടതിയിലുള്ള കാര്യമാണ്. നല്ല ചോദ്യം. അടുത്ത ചോദ്യം അല്ലേ? അടുത്ത ചോദ്യം. ഒരു വീഡിയോ കണ്ടു, നിങ്ങൾ അറസ്റ്റിലായ സമയത്ത് എന്തോ ആറാട്ടക്ക അങ്ങനെ ഒരു ആള് വന്നിട്ടുണ്ട്. ഫെയിമായി അമ്മയുടെ ഒരു പെൺകുട്ടി അനുപമരാജ്. ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ടോ. റിപ്ലൈ തന്നോ? റിപ്ലൈ തന്നു. അവരോട് ഇഷ്ടം തോന്നിയോ? ഇല്ല, ഫ്രണ്ട് ആയാലും മാത്രമേ. ആ കുട്ടി വളരെ റിസ്ക് എടുത്തത്. പലരും പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി എണീറ്റ് പറയും ക്രഷാണ്, ലവ് ആണ്. എന്താ പറയാ? എനിക്ക് ഫ്രണ്ട് പോലെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ജയിലിൽ പോയോടെ ഇങ്ങനത്തെ വികാരങ്ങൾ പോയി. എന്തോ നല്ലോണം കിട്ടിയതല്ല, അവിടെ ഇങ്ങനത്തെ ഇതറിയില്ല. റിവ്യൂസ് ഇടുന്ന ആ ഒരു ഗ്യാങ് ഇല്ലേ നിങ്ങൾ പോകുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഗ്യാങ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആൾ നടത്തുന്നുണ്ടായിരുന്നു, അണ്ണന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു.